ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ലോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്തു. അതുപോലെ തന്നെ ആ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനും PSC സ്വീകരിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ആ PSC ഇറക്കിയ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക, അതിൻ്റെ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ PSC ഇറക്കിയ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് അപ്പോൾ ഇതിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 726/2024. ഈ കാറ്റഗറി നമ്പർ ഓർത്ത് വയ്ക്കുക, കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്ത് ചെയ്താൽ തപ്പിയെടുക്കാൻ പറ്റും. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെക്രട്ടേറിയറ്റിലേക്കാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. പോസ്റ്റിന്റെ പേര് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ. പിന്നെ പേ സ്കെയിൽ 41,300 മുതൽ 87,000 രൂപ. അതായത് മിനിമം സാലറി എന്ന് പറയുന്നത് 41,300 ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതിൽ എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും തന്നെ പറയുന്നില്ല. നമുക്കറിയാം PSC എക്സാം നടത്തി ഒരു ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിനുള്ള ഒരു കാലാവധി ഉണ്ട്. ആ ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന വേക്കൻസീസ് എല്ലാം എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ PSC ഈ നോട്ടിഫിക്കേഷൻ എത്ര വേക്കൻസീസ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, എക്സാം നടത്തിയാണ് കയറ്റുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് നമ്മൾ 2020 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അതേ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ തന്നെയാണ്. 18 തൊട്ട് 37 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 തൊട്ട് 37 വരെയാണ് ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു SC ST OBC കാറ്റഗറീസിനുള്ളവർക്ക് അതിൽ റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് 2020 നോട്ടിഫിക്കേഷനുള്ള അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ലോ ഇൻ എനി യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുള്ള റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ലോ ഡിഗ്രി. അതുപോലെ തന്നെ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എൻറോൾഡ് ആസ് എൻ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2024 നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി മാസം 29/1 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇത് അപ്ലൈ ചെയ്യാം. ഈ ലാസ്റ്റ് ഡേറ്റിന് ശേഷമാണ് ഇൻ കേസ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എൻറോൾ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. PSCക്ക് ആ പോസ്റ്റിൻ്റെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിൽ അവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ അതായത് ഈ മാസം ജാനുവരി മാസം 29-നുള്ളിൽ നിങ്ങൾ ലോ ഡിഗ്രി പാസ്സായി എൻറോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് 29 എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. 29/1 ഈ മാസം 29-21 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത്. ഇനിയും നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ അടുത്തത് ഞാൻ മെയിനായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. PSC ഒക്കെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും PSC എഴുതാത്ത ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് നേരിട്ട് യൂസർ ഐഡിയും പാസ്വേഡ് അടിച്ച് നേരിട്ട് കയറി അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ആരെങ്കിലും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ, ഇതുവരെ PSC ജന്മത്ത് അപ്ലൈ ചെയ്യാത്തവരും ഇതുവരെ PSC എഴുതാത്തവരും ഇതുവരെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ tulasi.psc.kerala.gov അതിൽ കയറി കഴിഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യും. ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി 1 ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവരുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഈ PSC സൈറ്റിലേക്ക് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് അടിച്ച് ഈ PSC സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. PSC ഒഫീഷ്യൽ സൈറ്റ് tulasi.psc.kerala.gov.in ആണ്. അതിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്നതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ യൂസർ ഐഡിയും പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ നിങ്ങൾ ഒരു നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ, ആ പ്രൊഫൈൽ ഒരുപാട് ബട്ടൺസ് കാണാം. അതിലെ ഗോ ടു നോട്ടിഫിക്കേഷൻ പറഞ്ഞൊരു ബട്ടണിലേക്ക് നിങ്ങൾ പോവുക. അതിലെ ക്ലിക്ക് ഓൺ സ്റ്റേറ്റ് വൈഡ് ബ്രാക്കറ്റിൽ ജനറൽ. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ജനറൽ എന്നുള്ള സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഈ പോസ്റ്റും കാണാം. ഓക്കെ, കാറ്റഗറി നമ്പർ 726/2024 ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന അതിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ അവിടെ സൈഡിൽ തന്നെ ഉണ്ട്. അതിൽ അപ്ലൈ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് പിന്നെ അതുപോലെ തന്നെ ഫർദർ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഫർദർ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫോട്ടോയിലുള്ള അതേ ഡേറ്റും പേരും എൻ്റർ ചെയ്യണം. അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത്, ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോയി കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ
നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അവിടെ സൈഡിൽ അപ്ലൈ എന്ന ബട്ടൻ്റെ അവിടെ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ PSC പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് LLB ഡിഗ്രി സംബന്ധിച്ചുള്ള എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ എൻ്റർ ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾ അവിടെ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ വൈ ഐ എം ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഓക്കെ, അപ്പോൾ ആ വൈ ഐ എം ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വേറൊരു വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ആ റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റിന് നേരെ നോട്ട് എലിജിബിൾ എന്ന് കാണുമ്പോൾ അതിലെന്ത് ചെയ്യുക, വൈ ഐ എം ഇൻഎലിജിബിൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ റീഡയറക്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ PSC നമ്മുടെ പ്രൊഫൈലിലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന അതിലേക്ക് പോവുക. എന്നിട്ട് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ LLB എൻറോൾമെന്റ് സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അതിലൊന്നുമില്ല, നിങ്ങൾ ആ ഗോ ടു ക്വാളിഫിക്കേഷൻ പോവുക. അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഓർ മെമ്പർ മെഡിക്കൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഗോ ടു ക്വാളിഫിക്കേഷനിൽ രജിസ്ട്രേഷൻ ബാർ മെമ്പർ മെഡിക്കൽ എന്നൊരു ഇത് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിലെ നിങ്ങൾക്ക് ഒരുപാട് ബോക്സുകൾ അടിയിൽ വരും. അതിലെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻറോൾഡ് ആസ് ആൻ അഡ്വക്കേറ്റ് എന്ന് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ അവിടെ എൻറോൾഡ് ആസ് ആൻ അഡ്വക്കേറ്റ്, പിന്നത്തെ 2-3 ബോക്സ് അത് നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്ന് പറഞ്ഞൊരു ഇത് വരും. അതിൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് ഇയറും അതുപോലെ തന്നെ മന്തും കൊടുക്കുക. എൻറോൾമെന്റ് ഇയറും മന്തും അവിടെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഇത് വരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ K നമ്പർ, ഓക്കെ, നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് K നമ്പർ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നോട്ടിഫിക്കേഷനിൽ പോവുക. എന്താ പറയുക, സ്റ്റേറ്റ് വൈഡ് ജനറൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ പോസ്റ്റിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കാണിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുക. ബാക്കി പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോട് PSCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ എന്ത് ചെയ്യുക, പോയി അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും. നോട്ട് എലിജിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പോയി അപ്പം തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചവിടെ എലിജിബിൾ എന്ന് കാണിക്കും. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വലിയ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പിന്നെ PSC ആയതുകൊണ്ട് അപ്ലിക്കേഷൻ ഫീയോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ബാക്കി എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കൺഫർമേഷൻ ബട്ടണും കൺഫർമേഷനൊക്കെ വരും. അതൊക്കെ ടൈമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് PSC ഒക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞില്ല. PSC ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക, ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാം. നിങ്ങളുടെ ഫോണിലൂടെ ഇത് ചെയ്യാൻ സാധിക്കില്ല, കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂസർ ID യും പാസ്വേഡൊക്കെ അടിച്ച് കയറി നിങ്ങൾ ബാക്കിയുള്ള കാറ്റഗറി നമ്പർ ഓർത്ത് വയ്ക്കുക, 726/2024. പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, DL ലോ ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ എൻറോൾ ചെയ്തിരിക്കണം. ഏജ് ക്രൈറ്റീരിയ 18 to 37 ആണ്. SC/ST OBC കാൻഡിഡേറ്റ്സിന് അതിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനിയും കൂടുതൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് സംബന്ധിച്ച വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, കീപ് ഓൺ സപ്പോർട്ടിങ്. താങ്ക് യു.